അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തേന്മൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ പുസ്തകങ്ങളും പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായി പുതിയൊരു സ്കൂൾ ജീവിതം. ഓരോ തുടക്കവും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. നമുക്ക് തിരുത്താനും നമുക്ക് പഠിക്കാനും നമുക്ക് കൂടുതൽ മെച്ചപ്പെടാനും വേണ്ടിയുള്ള ഒരു പുതിയ അവസരം. അതുകൊണ്ട് തന്നെ ഈ പുതിയ അധ്യയന വർഷത്തെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബി സിദ്നി ഇൽമൻ, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ പ്രാർത്ഥന മതി നമ്മുടെ പഠന ജീവിതത്തെ പ്രകാശപ്പെടുത്താൻ. പഠനമെന്നത് പരീക്ഷയിൽ മാർക്ക് നേടൽ മാത്രമല്ല, നല്ല സ്വഭാവം വളർത്താനും നല്ല വ്യക്തിത്വമുള്ളവരാകാനും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മനുഷ്യരായി വളരാനും വേണ്ടിയുള്ളതാണ്. ഇസ്ലാം പഠനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് നേടൽ ഓരോ മുസ്ലിമിനും അവൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷം നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. നമ്മൾ പഠനം ഒരു ബുദ്ധിമുട്ടായല്ല, ഇബാദത്തായി കാണാൻ പഠിക്കുക. പഠനത്തോടൊപ്പം തന്നെ നമ്മൾ നല്ല സ്വഭാവം വളർത്താൻ ശ്രമിക്കുക. അധ്യാപകരെ ബഹുമാനിക്കുകയും മാതാപിതാക്കളുടെ പ്രയത്നത്തെ വിലമതിക്കുകയും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയും അവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ സാധിക്കണം. കാരണം ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വഭാവമാണ് അവൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ചിലപ്പോൾ പഠനം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, ചില വിഷയങ്ങൾ മനസ്സിലാകാതെ വരാം, നമുക്ക് പരീക്ഷാഫലം പ്രതീക്ഷിച്ചതുപോലെ വരാതിരിക്കാം. എന്നാൽ ഇതിലൊന്നും നമ്മൾ നിരാശപ്പെടരുത്. കാരണം ഓർക്കുക, പരാജയം എന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള പാഠം മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ അധ്യയന വർഷം അറിവിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വർഷമാകട്ടെ. പുതിയ അധ്യയന വർഷത്തെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാം. ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി അവൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഉസ്താദെ, എനിക്ക് പഠിക്കാൻ ശ്രമമുണ്ട്, എന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു, ഞാൻ എന്തു ചെയ്യണം? ഉസ്താദ് ഒരു വിത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, നീ ആ വിത്ത് നോക്കൂ. ആ വിത്ത് ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ്, ഇരുട്ടിലാണ്, മണ്ണിൻ്റെ ഭാരം അതിൻ്റെ മേലുണ്ട്. എന്നാൽ അതൊരിക്കലും പരാതിപ്പെടുന്നില്ല. കാരണം അതിനറിയാം, ഇന്നത്തെ ഈ പ്രയാസം കഴിഞ്ഞാൽ നാളെ അതൊരു വലിയ മരമായി വളരുമെന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പഠന ജീവിതം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, രാത്രി വൈകിയുള്ള പഠനങ്ങൾ, മനസ്സിലാകാതെ വീണ്ടും വീണ്ടും വായിക്കുന്നത്, പരീക്ഷയുടെ സമ്മർദ്ദം, ഇതെല്ലാം നമ്മുടെ വിജയത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നിങ്ങളൊരു വിത്താണ്. നാളെ നിങ്ങൾ വലിയൊരു സമൂഹത്തിന് തണലേകുന്ന വലിയൊരു മരമായി വളരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉപകാരപ്പെടുന്ന വിജ്ഞാനം നേടാൻ സാധിക്കട്ടെ, നല്ല സ്വഭാവം വളർത്താൻ സാധിക്കട്ടെ. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.